എവിടുന്നാ ഞാൻ എന്നെ നന്നാക്കി കൊണ്ടുവരിക? എവിടെ മുതലാ ഞാൻ എന്നെ നന്നാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനുള്ള മാർഗവും ഇസ്ലാമിലുണ്ട്. മുസ്ലിങ്ങളായ നമ്മളോട് പറയാണ്, പരിശുദ്ധ ദീന് പറയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മള്. ഈ ബാധ്യതകളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാ പറയണേ. അപ്പൊ എന്നിൽ ഏൽപ്പിച്ച ബാധ്യത എന്ന് പറയുന്നത് എന്റെ ജന്മമാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടു എന്നതാണ് എന്റെ ആദ്യത്തെ ബാധ്യത. ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായി ജനിച്ച എന്റെ ആദ്യത്തെ ബാധ്യത എന്താണെന്നറിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട്, മറ്റു ഷർറായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്നതാണ് ആദ്യത്തെ ബാധ്യത. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ മുറുകെ പിടിക്കുന്നവരാ, ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. പക്ഷേ ഒരു വശത്ത് ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ഇടതടവില്ലാതെ, സമയം വൈകിപ്പിക്കാതെ ഓരോ ഇബാദത്തുകളും ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുമ്പോഴേ, അപ്പുറത്ത് മറുവശത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില പോരായ്മകൾ കാരണം, ചില പിഴവുകൾ കാരണം, ഈ ഇബാദത്തുകള്, ഈ നന്മകള്, നമ്മൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങള് ഇല്ലാതെയാവുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോ ഒരു മുസ്ലിമായി ജനിച്ച ഞാന് എൻ്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മകളായി കൂടി ജനിച്ചവളാ. ആലോചിച്ചോക്കി, ഒരു മുസ്ലിമായി ജനിച്ച ഞാന് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി കൂടി ജനിച്ചവളാണ്. എൻ്റെ രണ്ടാമത്തെ ബാധ്യത എന്താണ്? രണ്ടാമത്തെ ബാധ്യത, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ അവരുടെ ഏറ്റവും മികച്ച മകളായി തീരണം. കാരണം എന്താ? ഓള് നന്നാവാണല്ലോ വേണ്ടത്, ഓന് നന്നാവാണല്ലോ വേണ്ടത്. ഓളെയും ഓനെയും നന്നാക്കുക എന്ന പ്രോസസ്സിന്റെ ആദ്യ പടിയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ആദ്യത്തെ ബാധ്യതയായ എന്നിലെ മകളെ, എന്നിലെ മകനെ ഏറ്റവും മികച്ചവനും ഏറ്റവും മികച്ചവളുമാക്കി തീർക്കുക. ഒരുപാട് പ്രാധാന്യമുള്ള കാര്യ. പരിശുദ്ധ ഖുർആനില്, ഇസ്ലാം മതത്തില് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി കൽപ്പിക്കപ്പെട്ട ഒന്നാണ് ഉമ്മാനോടും വാപ്പാനോടുള്ള ബാധ്യത. ചെറുതല്ല.